ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമവചന ധ്യാനം ക്ലാസ് 57. നോഹയുടെ കാലത്തെ മഹാപ്രളയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിൽ മത്സ്യപുരാണം എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. മത്സ്യപുരാണം, വിഷ്ണു മത്സ്യരൂപം സ്വീകരിച്ചു വന്നു. അക്കാലത്തെ ഒരു മനുഷ്യനായിരുന്നു മനു എന്ന് പറയുന്ന, സത്യവ്രതൻ എന്നൊക്കെ വിളിക്കുന്ന ഒരാൾ. അപ്പം അങ്ങനെ ഒരു ജലപ്രളയ കഥ മഹാഭാരതത്തിൽ 3-ാമത്തെ അധ്യായം 157 അവിടെ കിടപ്പുണ്ട്. ഈ മഹാഭാരതത്തിൽ ഒരു ജലപ്രളയ കഥയാണ്. ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് താനും ബൈബിളിലെ ജലപ്രളയ കഥയുമായിട്ട്. മനുവും മത്സ്യവും എന്ന് പറയും, അല്ലെങ്കിൽ സത്യവ്രതനും മത്സ്യവും എന്ന് പറയും. വിഷ്ണു മത്സ്യരൂപത്തിൽ വന്നു എന്നൊക്കെ പറയുന്ന പുരാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യവ്രത ബ്രാഹ്മണ എന്നൊക്കെ അതിന് പിന്നീട് പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഈ മിത്തോളജിയിലെ, ഈ പുരാണത്തിലെ പ്രളയകഥ, ജലപ്രളയ കഥയും ബൈബിള് ജലപ്രളയ കഥയും തമ്മിൽ ചെറിയ അപൂർവം ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. ബൈബിളിലെ പക്ഷേ ഈ ഇന്ത്യയിലെ പുരാണം സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയില്ല. വളരെ കുറവാണ്. അതേസമയം ബാബിലോൺ എന്ന് പറഞ്ഞ ഇവരെല്ലാം ബാബിലോണിൽ ഉണ്ടായിരുന്നു. ബാബിലോണിലും ഇതുപോലത്തെ ഒരു ജലപ്രളയ കഥയുണ്ടായിരുന്നു. അത് ബൈബിളിലെ കഥയെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാബിലോണിയയിലെ ഒരു സെമിറ്റിക് ഭാഷയായിരുന്നു അക്കാഡിയൻ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഇതിഹാസമാണ് അട്രഹാസിസ്. BC 1800 18-ാം നൂറ്റാണ്ടിൽ, അതായത് അബ്രഹാമിൻ്റെ കാലമെല്ലാം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ അട്രഹാസിസ് ഇതിഹാസം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ, BC 18-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ കോപ്പികൾ ഉഗാരട്ടിക് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബാബിലോണിയൻ പുരാണത്തിൽ അല്ലെങ്കിൽ മിത്തോളജിയിൽ ദേവഗണങ്ങളാണ്. ഒരു ദൈവം, ഏകസത്യദൈവമൊന്നുമല്ല, ഒരുപാട് ദേവന്മാരും ദേവിമാരുമാണ്. അപ്പോൾ ദേവഗണം, പാന്തയിസ്റ്റിക് എന്നല്ലേ, പാന്തയോൺ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ദേവഗണമാണ്. ആ ദേവഗണത്തിലെ അംഗങ്ങളായിരുന്നു അനു എന്ന് പറഞ്ഞ ഒരു ദേവി, എൻലിൽ, പിന്നെ എൻകി അല്ലെങ്കിൽ എയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദേവി. ഭൂമിയിൽ മനുഷ്യരെങ്ങനെ പെരുകാൻ തുടങ്ങി. പിന്നെ അപ്പം പെരുകാൻ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കായിട്ടും മനുഷ്യർ ശബ്ദം വെക്കാൻ തുടങ്ങി. ഇവരുടെ ശബ്ദം കാരണം സ്വർഗം വരെ ഭയങ്കര ബഹളം. അപ്പോൾ ദേവിമാർക്കും ദേവന്മാർക്കും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടൊന്നും കിടക്കാൻ പറ്റുന്നില്ല, മനുഷ്യരുടെ ബഹളം കാരണം. അപ്പോൾ മാത്രമല്ല, ഇവർ മനുഷ്യരെ പെറ്റുപെരുകാൻ തുടങ്ങിയപ്പം ദേവന്മാർക്കും ദേവിമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം മനുഷ്യർ മറന്നു. അപ്പോൾ 3 പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, ഭൂമിയിൽ മനുഷ്യർ പെറ്റുപെരുകി ഇല്ലേ. ഇപ്പം നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭ പറഞ്ഞൊരു സംഗതി ഓർക്കുന്നുണ്ടോ? എന്താണ്? പോപ്പുലേഷൻ ബോംബ്. ജനസംഖ്യാ വർധനവ് കാരണം ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നാണ്, ഒരു കൊച്ചു മതി എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പം ചൈനയിലും ജപ്പാനിലും യൂറോപ്പിലും ഇപ്പം നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ് ഈ കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ്. കുടുംബാസൂത്രണം ചെയ്യാത്തവരൊക്കെ ക്യാമന്മാരും കുടുംബാസൂത്രണം ചെയ്തവർ അന്യം നിന്ന് പോകുന്ന വംശമായിട്ട് മാറി. ഈ ഐക്യരാഷ്ട്രസഭയിൽ ഒരു വീണ്ടു വിചാരമില്ലാണ്ടാണ് അല്ലേ, നമ്മൾ 2, നമുക്ക് 2, നമ്മളൊന്ന്, നമുക്കൊന്ന്, നമ്മളൊന്നുമല്ല, നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ കല്യാണം കഴിക്കാതൊക്കെ. ഇതെല്ലാം ഇങ്ങനെയുള്ള അപ്പോൾ ജനസംഖ്യ കൂടി എന്നുള്ളതാണ് ദേവന്മാരുടെ ഒരു പ്രശ്നമായിരുന്നത് ഈ അട്രഹാസിസ് ഇതിഹാസത്തിൽ. രണ്ടാമത്തെ പ്രശ്നം ബഹളം. ആൾക്കാർ കൂടി കഴിയുമ്പോൾ ഭയങ്കര ബഹളം, സ്വർഗത്തിൽ അവർക്ക് സിയസ്ത ഉറങ്ങാൻ പറ്റണില്ല. 3, മനുഷ്യരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ മനുഷ്യരെ ജലപ്രളയം വഴി നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എൻലിൽ എന്ന് പറയുന്ന ദേവൻ. മനുഷ്യരുടെ ശബ്ദം, ജനസംഖ്യ, ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട എൻലിൽ ദേവൻ മനുഷ്യർ സംഖ്യ നിയന്ത്രിക്കാനായി മഹാമാരി, ജലപ്രളയം അയക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ദേവന്മാരിൽ ആരോ ഒറ്റക്കൊടുത്താൽ പദ്ധതി പൊളിയും. ഒറ്റക്കൊടുത്താൽ മഹാമാരി അയക്കാൻ തീരുമാനിക്കണം തുടക്കത്തിൽ. ഇത് ഇങ്ങനെ മഹാമാരി അയക്കാൻ പോകുന്നു, ഈ കോവിഡ് പോലൊരു മഹാമാരി അയക്കാൻ പോകുന്നെന്ന് ഏതോ ദേവന്മാർ ഒറ്റക്കൊടുത്തു. അതുകൊണ്ട് ആ പദ്ധതി പൊളിഞ്ഞു. നമ്മുടെ പോലീസുകാരുടെ ഇടയിലുള്ള പ്രശ്നം ദേവന്മാരുടെ ദേവിമാരുടെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ഒറ്റക്കൊടുക്കുക, ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒറ്റക്കൊടുക്കുക. അങ്ങനെ ഒറ്റക്കൊടുത്തതിൻ്റെ കാരണം ആ പദ്ധതി പൊളിഞ്ഞു. വീണ്ടും
മറ്റൊരു തീരുമാനം എടുക്കണം. മഹാമാരി വേണ്ട, ജലപ്രളയമാകട്ടെ. കോവിഡ് പോലുള്ള മഹാമാരി വേണ്ട, ജലപ്രളയം. പക്ഷേ മറ്റ് ദേവീ ദേവന്മാരെ കൊണ്ടെല്ലാം സത്യം ചെയ്യിച്ചു ഈ എൻലിൻ ദേവൻ പദ്ധതി, ഈ മഹാപ്രളയം എന്നുള്ള പദ്ധതി ഒറ്റക്കൊടുക്കില്ലെന്ന്. ഈ തീരുമാനത്തിൽ യോജിക്കാതിരുന്ന ഒരാളായിരുന്നു എയ അല്ലെങ്കിൽ എൻകി എന്ന് പറയുന്ന. അവളുടെ ഭക്തനായിരുന്നു അട്രഹാസിസ്. അട്രഹാസിസ് എന്ന് ഒരു കഥയിൽ ഇങ്ങനെ, ഇതിൻ്റെ പല വെർഷൻസ് ഉണ്ട്, പല പതിപ്പുകളുണ്ട്. സുമേരിയൻ ജലപ്രളയ കഥയിൽ ഈ അട്രഹാസിസ് എന്നതിന് പകരം സിയുസുദ്ര എന്നാണ് പേര്, സിയുസുദ്ര. അതുപോലെ തന്നെ മറ്റൊരു കഥയിൽ ഉത്തരപിഷ്തിം എന്നാണ് പേര്. ഇതിൻ്റെ പല പതിപ്പുകളുണ്ട്. അപ്പോൾ ഈ അട്രഹാസിസ് ഇതിഹാസത്തിലെ അട്രഹാസിസ് ഈ എയ അല്ലെങ്കിൽ എൻകി എന്ന് പറയുന്ന ദേവിയുടെ ഭക്തനായിരുന്നു. ഈ മഹാപ്രളയം എന്ന തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്ന എൻകി ഒറ്റക്കൊടുക്കാൻ പാടില്ല, കാരണം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൂത്രം ചെയ്തു. എന്താണ്? ഒരു മതിലിനോട് സംസാരിക്കുന്ന പോലെ ഈ എയാദേവി മതിലിനോട് സംസാരിക്കുക. ഒരു മതിലിന് അപ്പുറത്ത് ഈ അട്രഹാസിസ് ഉണ്ട്. അപ്പം ഞാൻ അട്രഹാസിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ മതിലിനോടെ പറഞ്ഞത്. സാങ്കേതികമായിട്ട് ശരിയാ, പക്ഷെ അട്രഹാസിസ് കേട്ടു. അങ്ങനെ അട്രഹാസിസ് ഈ വട്ടത്തിലൊരു പേടകമുണ്ടാക്കി അതിൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വലിയൊരു പേടകമുണ്ടാക്കിയിട്ട് രക്ഷപ്പെടുകയാണ്. ഈ ഗിൽഗമേഷ് ഇതിഹാസത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 11ാം ഫലകത്തിലാണ് ഈ കഥയുടെ മറ്റൊരു പതിപ്പ് കാണുന്നത്. ഇത് ഈ ഒരു ജലപ്രളയ കഥ അത് നോഹയുടെ ജലപ്രളയ കഥയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ചില വേദശാസ്ത്രികളൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് സ്വാധീനിച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ മറിച്ച് അങ്ങോട്ട് സ്വാധീനിച്ചിട്ടുണ്ടാക്കാം, അറിഞ്ഞുകൂടാ. ഈ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന തോറായുടെ രചയിതാവ് മോശയാണ്. മോശ ജീവിച്ചിരുന്നത് BC 1450 എന്ന് വെച്ചാൽ ഈ ഇതിഹാസം എല്ലാം എഴുതപ്പെട്ട് 1300 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മോശയെ അത് സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് ചില വേദശാസ്ത്രികൾ പറയുന്നു. ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്വാധീനിച്ച പോലും വെറുതെ കോപ്പി അടിക്കുകയല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മത്സ്യപുരാണമുണ്ട്, അത് ഞാൻ കോപ്പി അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൽ ചില സാമ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു, വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് അപ്പാടെ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ മോശ ഈ ബാബിലോണിയൻ അക്കാഡിയൻ ഭാഷയിലെ ഇതിഹാസ കഥ, ഈ അട്രഹാസിസ് കഥ കേട്ട് കാണും, ഇസ്രായേൽക്കാരും കേട്ട് കാണും. പക്ഷെ ബൈബിളിലെ ജലപ്രളയ കഥയും ഈ അട്രഹാസിസ് ജലപ്രളയ കഥയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്, ചില സാമ്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ സാമ്യമുണ്ട്. ഒന്ന്, ഒരു ദൈവിക മുന്നറിയിപ്പ്, അതൊരു ഒരു ഒരു സാമ്യമാണ്. 2, ഒരു പേടകം നിർമ്മിക്കുന്നു, അതൊരു അടുത്ത സാമ്യമാണ്. 3, ഒരാൾ അതിജീവിക്കുന്നു. ആ കഥയിലാണെങ്കിൽ അട്രഹാസിസ്, ഈ കഥയിലാണെങ്കിൽ നോഹ. അപ്പോൾ നോഹയുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പം അങ്ങനെ സാമ്യങ്ങളുണ്ട്. പക്ഷേ വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. ഒന്ന്, ലക്ഷ്യം. എന്തായിരുന്നു ഈ അട്രഹാസിസ് എപ്പിക്കിലെ ഇതിഹാസത്തിലുള്ള ലക്ഷ്യം? ഒന്ന്, ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ, ജനന നിയന്ത്രണം. 2, ദേവീദേവന്മാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിൽ മനുഷ്യർ അനാസ്ഥ കാണിച്ചു അല്ലേ? അപ്പോൾ അതാണ് അടുത്ത കാരണം. 3, ഈ ബഹളം കാരണം സ്വർഗത്തിൽ ഉറങ്ങാൻ പറ്റണില്ല, ദേവീദേവന്മാർക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ദേവീദേവന്മാർ മനുഷ്യരെ ജലപ്രളയം വഴി നശിപ്പിക്കാൻ തീരുമാനിക്കണേ. ഇതിൽ വല്ലതിലും ഒരു ധാർമ്മിക നീതി ഉണ്ടോ? ഇല്ല. ബൈബിൾ അനുസരിച്ചിട്ടാണെങ്കിലോ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ദേവന്മാരും ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലോട്ടുണ്ടായ രാക്ഷസന്മാർ, അവര് തിന്മയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുന്നേറുകയാണ്. തിന്മയുടെ എന്താ പറയുക, അതിപ്രസരം. ആ അതിപ്രസരത്തിന് ശിക്ഷയായിട്ടാണ് ജലപ്രളയം കൊണ്ടുവരുന്നത് ഈ ബൈബിളിൽ. അല്ലാതെ ജനസംഖ്യ നിയന്ത്രിക്കാനോ ദേവീദേവന്മാരുടെ ഉറക്കം പോയത് കൊണ്ടോ ദേവീദേവന്മാർക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ടോ അങ്ങനെയുള്ള ഈ എന്താ പറയുക ഈ തൊട്ടുതൊടുക്കിയുള്ള അങ്ങനത്തെ തൊടുന്യായങ്ങളുടെ വെളിച്ചത്തിലല്ല. ബൈബിളിൽ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിൽ അവിഹിത ബന്ധത്തിലൂടെ തിന്മയുടെ അതിപ്രസരം ഉണ്ടായത് കൊണ്ടാണ് ദൈവം ശിക്ഷിക്കാൻ തീരുമാനിക്കണേ. അപ്പം ധാർമ്മികതയും നീതിയും ബൈബിളിലെ കഥയിലുണ്ട്, അട്രഹാസിസ് കഥയിലില്ല. മനസ്സിലായോ? അതായത് മഹാദുഷ്ടതയും വഷളത്തരവും അതിക്രമവും പ്രകൃതി വിരുദ്ധ തിന്മകളും എല്ലാ അതിരുകളും ഭേദിച്ചത് കൊണ്ടാണ് പ്രളയം വരുത്താനായിട്ട് ദൈവം തീരുമാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ നമ്മൾ കണ്ടതാണ്, വളരെ വിശദമായി കണ്ടതാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്നുകൂടി അത് പുറകിലേക്ക് പോയി ഒന്ന് കേൾക്കുക. രണ്ടാമത്തത് ദൈവശാസ്ത്രമാണ്. അനേകം ദേവന്മാരും ദേവികളും
ഈ ബഹുദൈവ വിശ്വാസം. അപ്പം ദേവഗണങ്ങൾ, ദേവീദേവന്മാർ, ഒരുപാട് ദൈവങ്ങൾ. ബൈബിളിലോ ഏകദൈവ വിശ്വാസം, ഏക സത്യദൈവം, ഒറ്റ ആളെ പറ്റൂ. ദൈവം എന്ന വാക്ക് സത്യമാണെങ്കിൽ ഒരു ദൈവം പറ്റുള്ളൂ, ഒരു ദൈവം, അത് ഏക സത്യദൈവമാണ്. പല മതങ്ങളും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും സത്യദൈവം അല്ലല്ലോ. അതെന്താ അങ്ങനെ പറയണേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അവരുടെ വേദപുസ്തകങ്ങൾ എടുത്ത് നോക്കൂ. അവർ തന്നെ പറയുന്ന ന്യായങ്ങൾ വെച്ചിട്ട് അവരുടേത് ഏക സത്യദൈവമാണോ? അവരുടെ വേദപുസ്തകങ്ങൾ വെച്ചിട്ട് ഞാൻ പറയണേ. ഈ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളെയും ബൈബിളും ഒക്കെ എടുത്തിട്ട് അവരുടെ പാരമ്പര്യങ്ങൾ എടുത്തിട്ട് പുതിയൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് അത് കോപ്പി അടിച്ചിട്ടേ ആ പുസ്തകത്തിൽ പറയുന്ന ആളാണ് സത്യദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? യഹൂദന്മാരും ക്രിസ്ത്യാനികളും പുസ്തകം കോപ്പി അടിച്ചിട്ട്, വേദപുസ്തകം കോപ്പി അടിച്ചിട്ട്, അപ്പം ഒറിജിനൽ പുസ്തകത്തിലുള്ളതല്ലേ ദൈവമാകുക? കോപ്പി അടിച്ചതാണോ? അതുപോലെ നിങ്ങൾ മറ്റേത് വിശുദ്ധ ഗ്രന്ഥം എന്ന് വിചാരിക്കുന്ന ഏത് പുസ്തകം എടുത്ത് നോക്കിക്കോളൂ. ഏക സത്യദൈവം, ഒറ്റ സത്യദൈവം ഉള്ളൂ. ആ സത്യദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഈ നോഹ വിശ്വസിച്ച ദൈവം. അപ്പോൾ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മൂന്നാമത്, ഈ അട്രഹാസിസ് ഇതിഹാസത്തിലും പുരാണങ്ങളൊക്കെ ദേവഗണങ്ങൾക്കും ദേവീദേവന്മാർക്കും മനുഷ്യരെ പേടി. എന്താ കഥ? ദേവീദേവന്മാർക്ക് മനുഷ്യരെ പേടി. അപ്പോൾ എന്ത് ശക്തി പിന്നെ അവർക്കുള്ളത്? ബൈബിളിലെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവസ്നേഹമാണ്. ആ വ്യത്യാസം കണ്ടോ? 4, ഒരു ദേവിയുടെ ഇഷ്ടക്കാരനായതുകൊണ്ടാണ് ഈ അട്രഹാസിസിനെ രക്ഷപ്പെടുത്തണേ. ദേവിയുടെ ഇഷ്ടക്കാരൻ. ബൈബിളിലോ നോഹ നീതിമാനായിരുന്നു. അതായത് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു സമുദായത്തിൽ നോഹ നീതിമാനായിരുന്നു, ദൈവത്തോടൊപ്പം നടന്നു. അഴിമതി, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യരുടെ ദുഷ്ടത, വഷളത്തരം, അതിക്രമം, പ്രകൃതി വിരുദ്ധ തിന്മകൾ, സകല തരത്തിലുള്ള അഴിമതികൾ നടക്കുകയാണ്. അങ്ങനെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നടക്കുന്ന ഒരു സമുദായത്തിനിടയിൽ നീതിമാനായി ദൈവത്തോടൊപ്പം നടന്നവനാണ് നോഹ. അതുകൊണ്ടാണ് നോഹയെ ഈ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതിലൂടെ മനുഷ്യവംശത്തെ തന്നെയും നവീകരിക്കാനും തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുന്നു, അതിലൂടെ മനുഷ്യവംശത്തെ നവീകരിക്കുകയാണ്, ഭൂമിയെ തന്നെ നവീകരിക്കുകയാണ്. നീതിമാനായ ഒരാളുടെയും അയാളുടെ കുടുംബത്തിലൂടെയും പ്രകൃതിയെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ, ലോകത്തെ തന്നെ നവീകരിക്കുകയാണ്. അയാൾ നീതിമാനായതുകൊണ്ടും ദൈവത്തോടൊപ്പം നടന്നതുകൊണ്ടും, അല്ലാതെ ഇഷ്ടക്കാരനായതുകൊണ്ടല്ല. ചുരുക്കത്തിൽ ഈ അപൂർവം ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. അത് കോപ്പി അടിച്ചെന്നും പറയരുത്. കോപ്പി അടിക്കുകയല്ല, നമ്മളൊന്നും തന്നെ കോപ്പി അടിച്ചിട്ടില്ല. ആ കഥകളൊക്കെ അവിടെയുണ്ട്, പക്ഷെ അതിലത്തെ ചില അംശങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവൻ മാറ്റിമറിച്ചിട്ട് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇസ്രായേലിലെ ജലപ്രളയ കഥ അതിനേക്കാൾ മുമ്പുള്ളതായിരിക്കാം, എഴുതപ്പെട്ടതിന് ശേഷമായിരിക്കാം, പക്ഷെ അതിന് മുമ്പ് തന്നെ ഉള്ളതായിരിക്കാം. അപ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദൈവശാസ്ത്രവും ലക്ഷ്യവും ഒക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ബൈബിളിലേത്. അപൂർവം ചില സാമ്യങ്ങളെല്ലാം കണ്ടിട്ട് അവിടുന്ന് കോപ്പി അടിച്ചു എന്ന് പറയരുത്. ഈ ഖുറാൻ കോപ്പി അടിച്ചതുപോലൊരു കോപ്പി അടിക്കലല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ഏകദൈവ വിശ്വാസത്തിലും അടിയുറച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള വെളിപാടുകളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതും ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന വെളിപാട്. അങ്ങനെയുള്ള ഒരാൾ വേറെ ഇല്ലല്ലോ. ആ ജലപ്രളയ കഥയിലാണ് പിന്നീട് നമുക്ക് മാമോദിസ മനസ്സിലാകുന്നത്, ഇല്ലേ? വെള്ളത്തിലൂടെയും മരത്തിലൂടെയും രക്ഷ പ്രാപിക്കുന്നു. മാമോദിസ വെള്ളവും കുരിശ് മരവും. അപ്പോൾ ഈ പേടകം അത് കുരിശിൻ്റെ പ്രതീകമായിട്ടും ഈ ജലപ്രളയം മാമോദിസയുടെ പ്രതീകമായിട്ടും വരും. കർത്താവ് യോർദാൻ നദിയിലേക്ക് ഇറങ്ങി അവിടുന്ന് കുരിശിലേക്ക് വരെ കയറി. ഇതിലൂടെയാണ് കർത്താവ് രക്ഷിക്കുന്നത്, മനുഷ്യവംശത്തെ രക്ഷിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രാക്രൂപം പൂർവ്വരൂപം മുമ്പേ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ശരിക്കുള്ളത് വരാനിരിക്കുന്നതിലേക്കുള്ള ഒരു പൂർവ്വരൂപം നൽകുകയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ സത്യമായ വെളിപാടാണെന്ന് ഇത്ര ഉറപ്പിച്ച് പറയണേ. നമ്മൾ ഈ ജലപ്രളയ കഥയുടെ ദൈവശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യതയുള്ളൊരു സംശയം, ഈ അട്രഹാസിസ് എപ്പിക്കിനെ കുറിച്ച് ഉണ്ടാകുന്ന സംശയം, അത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക. നമുക്ക് ഈ തരത്തിൽ പഠിച്ച് മുന്നേറാം. ഇതിൻ്റെ വിശദാംശങ്ങൾ, ഈ ജലപ്രളയ കഥയുടെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.